നിങ്ങളുടെ ബിസിനസ് കുറച്ചൊന്ന് വളരുമ്പോൾ, ജോലിഭാരം കൂടുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുന്ന അക്കാര്യം എന്താണ്? കൂടുതൽ ആളുകളെ ജോലിക്കെടുക്കുക. എന്നാൽ കോർപ്പറേറ്റ് ലോകത്തെ വലിയ പഠനങ്ങൾ പറയുന്നത് മറ്റൊന്നാണ്. തുടക്കകാലത്ത് നിങ്ങൾ നടത്തുന്ന തെറ്റായ ഒരു ഹയറിംഗ് നിങ്ങളുടെ ബിസിനസ്സിനെ നശിപ്പിക്കും എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ വലിയൊരു തുക ശമ്പളം കൊടുത്ത് ആദ്യമായി കൂടെ കൂട്ടുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ കമ്പനിയെ അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ പോകുന്ന രക്ഷകനാണോ, അതോ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് തീർക്കുന്ന ബാധ്യതയാണോ എന്ന് നിങ്ങൾക്ക് കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കണം. ഈ വീഡിയോയുടെ അവസാനം ₹1 പോലും നഷ്ടമില്ലാതെ നിങ്ങളുടെ ടീമിനെ എപ്പോൾ എങ്ങനെ കൃത്യമായി കൂട്ടണം എന്നതിൻ്റെ വ്യക്തമായ മാത്തമാറ്റിക്കൽ ഫോർമുല കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ പണം വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. ബിസിനസ് റിവ്യൂ ഡേറ്റകൾ പറയുന്നത് പരാജയപ്പെടുന്ന സ്റ്റാർട്ടപ്പുകളിൽ 1/3 പ്രധാന കാരണം തെറ്റായ ടീം സെലക്ഷൻ ആണെന്നാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ വെറും ഒരു തിയറി അല്ല സംസാരിക്കുന്നത്. ഒരു ബിസിനസ്സിൻ്റെ ആദ്യ ലാപ്പിൽ സാങ്കേതികമായി ഏറ്റവും ആവശ്യമുള്ള ആ ആദ്യത്തെ റോൾ ഏതാണ്? ഏത് കൃത്യസമയത്താണ് നിങ്ങൾ നിങ്ങളുടെ ടീമിൻ്റെ എണ്ണം കൂട്ടേണ്ടത്? ബിസിനസ്സിൽ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് എളുപ്പത്തിൽ ആളുകളെ എടുക്കുകയും പിന്നീട് പിരിച്ചുവിടുകയും ചെയ്യുന്ന ഒരു ഫൗണ്ടർ ആകാതിരിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ 3 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ അതിനു മുൻപ് പല പ്രമുഖ കമ്പനികളും തുടക്കത്തിൽ ആരെയും ഹയർ ചെയ്യാതെ ഒരു പ്രത്യേക തന്ത്രം ഉപയോഗിക്കാറുണ്ട്. വലിയ ഇൻവെസ്റ്റർമാർ പോലും രഹസ്യമായി സൂക്ഷിക്കുന്ന ആ ഒരു സീക്രട്ട് ടൂളിനെ പറ്റി കൂടി നമുക്ക് കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫൗണ്ടർമാരുടെ മുന്നിലെ ഏറ്റവും വലിയ ആശയക്കുഴപ്പമാണ്. ആദ്യത്തെ ഹയർ ഒരു പ്രോഡക്റ്റ് ബിൽഡർ ആയിരിക്കണോ, അതോ ഒരു സെയിൽസ് പേഴ്സൺ ആയിരിക്കണോ? പല ബിസിനസ്സുകാരും ചിന്തിക്കുന്നത്, എനിക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ അറിയാം, അതുകൊണ്ട് ഞാനൊരു സെയിൽസുകാരനെ ആദ്യം എടുക്കാം, അല്ലെങ്കിൽ എനിക്ക് വിൽക്കാൻ അറിയാം, അതുകൊണ്ട് ഞാനൊരു ഡെവലപ്പറെ എടുക്കാം എന്നൊക്കെ ആയിരിക്കും. എന്നാൽ ഇവിടെയാണ് നമ്മൾ റിയൽ ബിസിനസ് സൈക്കോളജി മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ കമ്പനിയുടെ ആദ്യത്തെ 5 ജീവനക്കാർ എന്ന് പറയുന്നത് വെറും ഒരു തൊഴിലാളികളല്ല, അവർ നിങ്ങളുടെ കമ്പനിയുടെ കോ-ഫൗണ്ടേഴ്സ് ഇൻ ഡിസ്ഗൈസ് ആണ്. ആദ്യകാല ജീവനക്കാർ ശമ്പളത്തിന് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ കാഴ്ചപ്പാട് ജീവിപ്പിക്കാൻ വേണ്ടി കൂടെയുള്ളവരാവണം. നിങ്ങളുടെ ആദ്യത്തെ ഹയർ എന്ന് പറയുന്നത് ഒരു സ്വിസ് ആർമി നൈഫ് പോലെ ആയിരിക്കണമെന്നാണ് പറയുന്നത്. അതായത് ഒരു പ്രത്യേക ജോലി മാത്രം ചെയ്യാൻ അറിയുന്ന ആളെ അല്ല നിങ്ങൾക്ക് തുടക്കത്തിൽ വേണ്ടത്, മറിച്ച് മൾട്ടിപ്പിൾ റോളുകൾ കൈകാര്യം ചെയ്യാൻ ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു ജനറലിസ്റ്റിനെയാണ്. കാരണം ഒരു സ്പെഷ്യലിസ്റ്റിനെ അത്രയും ശമ്പളം കൊടുത്തിരുത്താനുള്ള ലക്ഷറി ഒന്നും ഒരു തുടക്ക ബിസിനസ്സിനും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ വേണ്ടത് നിങ്ങളുടെ ഓപ്പറേഷണൽ ലോഡ് കുറയ്ക്കാൻ പറ്റുന്ന ഒരാളെയാണ്. ഉദാഹരണത്തിന്, നിങ്ങളൊരു ടെക് കമ്പനിയാണെങ്കിൽ കേവലം കോഡിംഗ് മാത്രം അറിയാവുന്ന ഒരാൾക്ക് പകരം പ്രോഡക്റ്റ് ടെസ്റ്റിങ്ങും കസ്റ്റമർ സപ്പോർട്ടും ഒരേപോലെ നോക്കാൻ താല്പര്യമുള്ള ഒരാളെ കണ്ടെത്തണം. താല്പര്യമുള്ള ആൾ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പ്രധാന വാല്യൂ പ്രൊപ്പോസിഷൻ എന്താണോ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു റൈറ്റ് ഹാൻഡാണ് നിങ്ങളുടെ ഫസ്റ്റ് ഹയർ. അടുത്ത ചോദ്യം, എപ്പോഴാണ് ഒരു ടീം വലുതാക്കേണ്ടത്? എപ്പോഴാണ് ഒരു പുതിയ ആളെ എടുക്കാൻ പാകത്തിന് നിങ്ങളുടെ കമ്പനി വളർന്നു എന്ന് ഉറപ്പിക്കുക? പല ഫൗണ്ടർമാരും ഒരു 2 വലിയ ഓർഡർ കിട്ടുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു അല്പം ലാഭം കാണുമ്പോഴേക്കും ഓഫീസ് വിസ്തീർണം കൂട്ടാനും ആളുകളെ കൂട്ടാനും വേണ്ടി ഓടും. ഇത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ മരണ വാറണ്ടാണ്. ബിസിനസ് ലോകത്ത് ഒരു ഗോൾഡൻ റൂൾ ഉണ്ട്. അതാണ് ഹയർ വെൻ ഇറ്റ് ഹേർട്സ്, ഫയർ വെൻ ഇറ്റ്സ് ടോക്സിക്. നിങ്ങളുടെ ഇപ്പോഴുള്ള ടീമിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടർ എന്ന നിലയിലോ വരുന്ന പുതിയ കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ ബിസിനസ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരുന്നുണ്ടോ? നിങ്ങളുടെ നിലവിലുള്ള ക്വാളിറ്റി മോശമാകുന്നുണ്ടോ? എങ്കിൽ മാത്രം അടുത്ത ആളുകളിലേക്ക് ചിന്തിക്കുക. നിങ്ങളൊരു പുതിയ ആളെ എടുക്കുമ്പോൾ അയാളുടെ ശമ്പളം കൊടുത്തു കഴിഞ്ഞും അടുത്ത 6 മുതൽ 12 മാസത്തേക്ക് നിങ്ങളുടെ കമ്പനിക്ക് മുന്നോട്ട് പോകാനുള്ള ലിക്വിഡ് ക്യാഷ് ബാങ്കിൽ ഉണ്ടായിരിക്കണം. ഈ കണക്കില്ലാതെ വെറും പ്രതീക്ഷകളുടെ പുറത്ത് മാത്രം ആളുകളെ കൂട്ടിയാൽ മാർക്കറ്റിൽ ചെറിയൊരു ഇടിവുണ്ടായാൽ പോലും നിങ്ങളുടെ കമ്പനി തകർന്നു പോകും. സാധാരണക്കാർ വിചാരിക്കുന്നത് ബിസിനസ്സിൽ ഒരുപാട് ജീവനക്കാർ ഉണ്ടാകുന്നതാണ് വലിയ വിജയം എന്നാണ്. എന്നാൽ യഥാർത്ഥ ബിസിനസ് ബുദ്ധിയുള്ളവർക്കറിയാം, കുറഞ്ഞ ആളുകളെ വെച്ച് വലിയ റവന്യൂ ഉണ്ടാക്കുന്നതാണ് യഥാർത്ഥ സാമർഥ്യമെന്ന്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ സീക്രട്ട് ടൂൾ മറ്റൊന്നുമല്ല, അതാണ് ഫ്രാക്ഷണൽ ഹയറിംഗ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഔട്ട്സോഴ്സിംഗ്. നിങ്ങളുടെ ആദ്യത്തെ വലിയ ഹയറിങ്ങിന് മുൻപ് ആ ജോലി ഒരു ഫുൾ ടൈം ജീവനക്കാരനില്ലാതെ ഫ്രീലാൻസായോ അല്ലെങ്കിൽ ഏജൻസി വഴിയോ ചെയ്തു തീർക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഇത് നിങ്ങളുടെ ഫിക്സഡ് കോസ്റ്റ് വലിയ രീതിയിൽ കുറയ്ക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും സെൻസിറ്റീവായ ടോപ്പിക്കാണ്, ഈസി ഹയറിംഗ് ആൻഡ് ഫയറിംഗ് എങ്ങനെ ഒഴിവാക്കാം. പല മലയാളി സ്റ്റാർട്ടപ്പ് ഫൗണ്ടർമാരും വീണു പോകുന്ന ഒരു കെണിയുണ്ട്, നമ്മളൊരു ഫാമിലിയാണ് എന്ന ഫ്രെയിമിൽ. ഞാൻ കേട്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ കള്ളങ്ങളിലൊന്നും അതാണ്. നിങ്ങളുടെ കമ്പനി ഒരു ഫാമിലി ഒന്നുമല്ല, അതൊരു സ്പോർട്സ് ടീം മാത്രമാണ്. ഒരു ഫാമിലിയിലാണെങ്കിൽ ആര് തെറ്റ് ചെയ്താലും നമ്മൾ അവരെ മാറ്റി നിർത്താനൊന്നും പോകുന്നില്ല. എന്നാൽ ഒരു സ്പോർട്സ് ടീമിൽ മികച്ച പ്രകടനം പുറത്തെടുത്തില്ലെങ്കിൽ ആ കളിക്കാരൻ പുറത്തിരിക്കേണ്ടി വരും. ഇതാണ് ബിസിനസ്സിൻ്റെ യാഥാർത്ഥ്യം.
ഇമോഷണലായി ആരെങ്കിലും ശുപാർശ ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ നേരിട്ട് കണ്ട് കൺവിൻസ്ഡ് ആയതുകൊണ്ടോ പെട്ടെന്ന് ആളുകളെ എടുക്കുകയും പിന്നീട് അവരുടെ പെർഫോമൻസ് മോശമാകുമ്പോൾ, അല്ലെങ്കിൽ പോട്ടെ നിങ്ങൾ പറയുന്നതെല്ലാം സമ്മതിച്ച് മൂളിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ദേഷ്യപ്പെട്ട് പെട്ടെന്ന് പിരിച്ചുവിടുകയും ചെയ്യുന്നത് ഒരു മോശം ഫൗണ്ടറുടെ ലക്ഷണമാണ്. ഇതുകൊണ്ട് കമ്പനിയുടെ ഉള്ളിലുള്ള ബാക്കി ജീവനക്കാരുടെ മോറലും തകരും. അവർക്ക് കമ്പനിയിലുള്ള ആ ഒരു സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെടും. തുറന്നു പറഞ്ഞാൽ ഒരു ഫൗണ്ടർക്ക് തൻ്റെ ജീവനക്കാരോട് കൃത്യമായ എമ്പതി ഉണ്ടായിരിക്കണം. പക്ഷേ അത് ബിസിനസ്സിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുന്ന തരത്തിലോട്ട് ആകുകയും വരുത്. ഒരാളെ പിരിച്ചുവിടേണ്ടി വരുന്നത് ഹയറിംഗ് പ്രോസസ്സിൽ നിങ്ങൾക്ക് പറ്റിയ തെറ്റുകൊണ്ടാണെന്ന് നിങ്ങൾ ആദ്യം സമ്മതിക്കണം. നിങ്ങളിനി ഒരു ഹയറിംഗ് നടത്തുമ്പോൾ തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ ഈ 3 പ്രാക്ടിക്കൽ സ്റ്റെപ്പുകൾ എന്തായാലും ഫോളോ ചെയ്യണം. 1. ദ 30-60-90 ഡേ പ്ലാൻ. ഒരാളെ എടുക്കുന്നതിന് മുൻപ് തന്നെ അയാൾ ആദ്യത്തെ 30 ദിവസം, 60 ദിവസം, 90 ദിവസം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കണം എന്നതിൻ്റെ കൃത്യമായ ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കി അയാൾക്ക് നൽകുക. പെർഫോമൻസ് അളക്കാൻ ഇത് സഹായിക്കും. 2. കൾച്ചറൽ ഫിറ്റ്മെൻറ്റ് റൗണ്ട്. സ്കിൽസ് മാത്രം നോക്കി ആളെ എടുക്കരുത്. അയാളുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ കമ്പനിയുടെ കൾച്ചറിന് ചേരുന്നതാണോ എന്ന് 2 വട്ടം ചിന്തിക്കുക. 3. ട്രാൻസ്പെറൻറ്റ് ഔട്ട് ബോർഡിംഗ്. ഒരാളുടെ പ്രകടനം മോശമായാൽ പെട്ടെന്നൊരു ദിവസം പിരിച്ചുവിടരുത്. അവർക്ക് കൃത്യമായ ഫീഡ്ബാക്കും ഇംപ്രൂവ് ചെയ്യാനുള്ള സമയവും നൽകുക. അതിനുശേഷവും മാറിയില്ലെങ്കിൽ വളരെ പ്രൊഫഷണലായി മാത്രം വേർപിരിയുക. ഓർക്കുക, ഒരു ബിസിനസ്സിൻ്റെ വലിപ്പം അളക്കുന്നത് അവിടെയുള്ള ജീവനക്കാരുടെ എണ്ണം നോക്കിയല്ല, മറിച്ച് ആ ബിസിനസ് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും പ്രോഫിറ്റബിലിറ്റിയും നോക്കിയാണ്. അപ്പോൾ നിങ്ങൾ പറയും, ഒരു ബിസിനസ്സിൻ്റെ തുടക്കത്തിൽ നല്ല കഴിവുള്ള ഒരാൾക്ക് ഉയർന്ന ശമ്പളം കൊടുത്ത് കൂടെ കൂട്ടുന്നതാണോ അതോ കുറഞ്ഞ ശമ്പളത്തിൽ കൂടുതൽ ആളുകളെ വെച്ച് വർക്ക് ചെയ്യിപ്പിക്കുന്നതാണോ ശരിയായ രീതി? അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ഇത്തരം ബിസിനസ് ഇൻസൈറ്റ് വീഡിയോകൾക്കായി ദ പ്രോഫിറ്റ് ന്യൂസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.